ലമയരു. പേര് കേൾക്കുമ്പോൾ ഇതെന്ത് സ്ഥലമെന്ന് തോന്നുമെങ്കിലും അവിടെ പോയാൽ വാക്കുകൾ മതിയാവാതെ വരും. ഇന്ത്യയിൽ ഇതിലും മനോഹരമായൊരു സ്ഥലമില്ല എന്ന് ഒരിക്കലെങ്കിലും ഇവിടെ പോയവർ ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്തായിരിക്കും കാരണം? ശ്രീനഗറിലെ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്, അല്ലെങ്കിൽ ഒരു കൊച്ചു പട്ടണമാണ് ലമയരു. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, കാർഗിലിൽ നിന്ന് ലേയിലേക്കുള്ള നാഷണൽ ഹൈവേ 1-ൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു കൊച്ചു പട്ടണമാണ് ഈ കാണുന്ന ലമയരു. ലേ ശ്രീനഗർ ഹൈവേയിലെ ഏറ്റവും ഉയരമുള്ള മലയിടുക്കായ ഫോർട്ടുല പാസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ലമയരു വാക്കുകൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും അതിമനോഹരമാണ്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഭൂപ്രകൃതിയോട് തോന്നുന്ന സാദൃശ്യമാണ്. മൂൺസ്കേപ്പ് എന്ന പേര് അതുപോലെയാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. ഇവിടുത്തെ മണ്ണും മലയും ചേർന്ന ഭൂപ്രകൃതി അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ചന്ദ്രന്റെ ഉപരിതലം എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഇവിടുത്തെ കാഴ്ചകളും അങ്ങനെ തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് ഈ പൗർണമി നാളിലാണ് ഇതിൻ്റെ ഭംഗി, ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് എത്ര കണ്ടാലും മതി വരാത്ത ഒരു പ്രത്യേക കാഴ്ചയാണ് ഇതിലെ കടന്നു പോകുന്ന സഞ്ചാരികൾക്ക്, അതായത് ലേ ലഡാക്കിലേക്ക് കടന്നു പോകുന്ന സഞ്ചാരികൾക്ക് ലമയരു ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും, പ്രകൃതി ഇത്രയും അനുഗ്രഹിച്ച സ്ഥലം വേറെയുണ്ടോ എന്നൊരു ചോദ്യം ഇത് കാണുമ്പോൾ ഉയരുക സ്വാഭാവികമാണ്. അതുകൊണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ. ഇങ്ങനെ മലയിടുക്കുകൾ ഇങ്ങനെ കുന്നിൻ ചെരുവുകൾ പോലെ ഇങ്ങനെ അടുക്കി ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കാണുന്നത്. ലമയരുവിൻ്റെ പ്രധാന ആകർഷണം ഇവിടെ സ്ഥിതി ചെയ്യുന്ന ലമയരു മോണസ്ട്രി എന്ന ടിബറ്റൻ ബുദ്ധിസ്റ്റ് ആശ്രമമാണ്. ഈ കാണുന്നതാണ് ഈ മോണസ്ട്രി എന്ന് പറയുന്നത്. അതായത് ശ്രീനഗറിലെ ഹൈവേയിൽ 15 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 3510 അടി ഉയരത്തിലാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാം, ഇതുണ്ട്, ഈ കാണുന്നതാണ് മെഡിറ്റേഷൻ ഹിൽ എന്നറിയപ്പെടുന്ന കുന്നിൻ പ്രദേശം. അതായത് ഈ ലമയരു ആശ്രമത്തിലെ സന്യാസികൾ ധ്യാനിക്കുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം. നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാം അലങ്കരിച്ച ധാരാളം ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥനാവാചകങ്ങൾ കോറിയിട്ട നിറമുള്ള കല്ലുകളാണ് ഈ വഴിയിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലുകളൊക്കെ ഈ കൂട്ടത്തിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്.
കാർഗിലിൽ നിന്ന് ലേയിലേക്ക് പോകുമ്പോഴാണ് ഈ സ്ഥലം കടന്നു വരുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചകൾ മുഴുവൻ വേറൊരു ലെവലിലോട്ട് മാറിപ്പോകും. അതായത് ഇവിടുത്തെ ഭൂപ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം നമുക്ക് ഈ ഒരു ഹൈവേ ഹിപ്നോട്ടിസം പിടിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ കൂടുതലാണ്. കാരണം നമ്മൾ കാർഗിലിൽ നിന്ന് ലേയിലേക്ക് വരുന്ന വഴിയിൽ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് കാഴ്ചകൾ മിന്നി മറയുന്നത്. അതായത് ഇത്ര നേരം കണ്ടതുപോലെയുള്ള ഒരു കാഴ്ചകളല്ല ഇനി അങ്ങോട്ട് ലമയൂരിൽ നമ്മൾ കാണുന്നത്. അതായത് അതിൻ്റെ ഭൂപ്രകൃതി, മലകളുടെ വ്യത്യാസം, പെട്ടെന്ന് കളർ മാറുന്നു. ഇതൊക്കെ ഒരു ഹൈവേ ഹിപ്നോട്ടിസം നമുക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഈ കാണുന്ന ലമയൂര് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നിങ്ങളുടെ ലഡാക്ക് യാത്രയിൽ നിങ്ങൾ പോകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോൾ അത് നിർത്തി ആസ്വദിച്ച് ഒക്കെ കണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ലമയൂരിലെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിച്ചുകൊണ്ട് ലഡാക്കിലേക്ക് കയറാൻ പോവുകയാണ്.